ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ ഭരണാധികാരിയായ അബൂ ജഅഫറുൽ മൻസൂർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരണം. ബഗ്ദാദായിരിക്കണം തലസ്ഥാനം. നിങ്ങൾ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആകണം. നിങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ മേൽക്കാദിയാകണം. സുബ്ഹാനല്ലാഹ്, ഈ മത്സരത്തിന്റെ കാലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ആ ചരിത്രത്തിൽ എത്ര വലിയ പാഠമാണ്. സുബ്ഹാന ജല്ല ജലാലു. ഒരു നിക്കാഹിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട വീട്ടിൽ ഒരേപോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ വിധത്തിലുള്ള ആലിമ്യങ്ങൾ വന്നു, തങ്ങന്മാര് വന്നു, വിളിച്ചോലെല്ലാം വന്ന്. അപ്പൊ പിന്നെ പുരക്കാരന് ബേജാറ് തുടങ്ങി. എന്താ ബേജാറ്? പഠിച്ചവനെ, അയാളെ കൊണ്ട് കുത്തുബോധിച്ചില്ലെങ്കിൽ മറ്റേ മൊയിലാർക്ക് വെറുപ്പിടിക്കുവോ? ഇയാളെ കൊണ്ട് നിക്കാഹ് വെച്ചിട്ടില്ലെങ്കിൽ മറ്റേ തങ്ങൾക്ക് വെറുപ്പിടിക്കുവോ? ഇവരെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ടില്ലെങ്കിൽ അപ്പോ മറ്റേ ആൾ ചോദിച്ചു പോവോ? ഇങ്ങനെയൊക്കെ ചിന്തയുള്ള ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? സ്ഥാനത്തിനു വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാലം. എന്തിനധികം പറയണം, ഒരാൾ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കേണ്ടത് ആരാണ്? അതിനുള്ള അർഹത അഥവാ അതിനുള്ള അവകാശം പാപ്പ, മകൻ തുടങ്ങിയ കുടുംബങ്ങൾക്കാണ്. അവകാശമാണത്. പക്ഷേ ഒരു വലിയ ആലിമോ ഒരു സയ്യിദോ അങ്ങനെ ആദരിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമ്പോ മകൻ ആ ആലിമിനെ നിർത്തുന്നത് അദബാണ്. അത് വലിയ പുണ്യമാണ്. മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ അവറുകൾ വഫാത്തായപ്പോൾ സ്വന്തം ജ്യേഷ്ഠനാണ് മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമ. കേരളം കണ്ട വലിയ പണ്ഡിതനാണ്. പക്ഷേ മാണക്കാട് തങ്ങളെ ഇമാമത്ത് നിർത്തി. എന്തുകൊണ്ട്? അദബാണ്. ജ്യേഷ്ഠനാണ് മാറി നിൽക്കുന്നത്. കാരണം ശംസുൽ ഉലമക്ക് അറിവുണ്ട്, വിവരമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ വിവരമില്ലാത്ത ചില ആളുകൾ കയറിയിട്ട് സുബ്ഹാനല്ലാഹ് പ്രധാനപ്പെട്ട സയ്യിദന്മാരോ ആലിമീങ്ങളോ ഉള്ള സ്ഥലത്ത് എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു ജാഹിലിനെ പിടിച്ച്, ചിലപ്പോ ഇമാമത്ത് നിൽക്കാനും അറിയില്ല, ചിലപ്പോ ഫാത്തിഹ തന്നെ ശരിക്കറിയൂല, അങ്ങനത്തെ വരെ പിടിച്ച് ഇമാമത്ത് നിർത്താൻ വേണ്ടി അതിനുവേണ്ടി വല്ലാതെ ശ്രമിക്കുന്ന ചില ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്. അതുപോലെ ചില പുത്തൻവാദികളുണ്ട്. കാരണം അത് മുഴുവനും എടുത്തു കളയുക എന്നതാണല്ലോ അവരുടെ അടിസ്ഥാനം തന്നെ. എന്നാൽ സുഹൃത്തുക്കളെ, ഈ ഇമാമത്ത് നിർത്തുന്ന മുസ്ലിയാർക്കോ തങ്ങൾക്കോ അവർക്കൊരിക്കലും തന്നെ ഞാനാണ് നിൽക്കേണ്ടത് എന്നൊരു തോന്നലുണ്ടാകാൻ പാടില്ല. ഞാൻ ദ്വാരന്നിട്ട് മറ്റുള്ളവർ ആമീൻ പറയണം എന്ന തോന്നലുണ്ടാകാൻ പാടില്ല. അത് അഹങ്കാരമാണ്. പടച്ചവൻ വെറുതെ വിടൂല. അതേ സമയത്ത് മകനോ കുടുംബത്തിൽപ്പെട്ട അർഹതപ്പെട്ടവരോ ഒരാളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞാൽ ആ പറഞ്ഞവൻ അല്ലാതെ വേറൊരാൾക്ക് ഇമാമത്ത് നിൽക്കാൻ പാടില്ല. തുഹഫയടക്കമുള്ള കിതാബുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുടുംബത്തിൽപ്പെട്ടവൻ സുന്നിയല്ലെങ്കിലോ, ഒരു പാവപ്പെട്ട ഉമ്മാമ മരിച്ചു, മകൻ സുന്നിയല്ല, എന്നാൽ ആ സുന്നിയല്ലാത്തവനും മകൻ എന്ന അഡ്രസ്സിൽ ഇമാമത്ത് നിൽക്കാൻ അധികാരമില്ല. സുന്നത്ത് ജമാഅത്തുകാരാണെങ്കിൽ മാത്രമേ ഇമാമത്ത് നിൽക്കാൻ അവകാശമുള്ളൂ. ഇല്ലെങ്കിൽ സ്വന്തം മകനായാലും ബാപ്പയായാലും അവകാശമില്ല. ശാഫിഈ മദ്ഹബിലെ കൃത്യമായി അതിന്റെ ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ അത് വിവരിച്ചിട്ടുണ്ട്. അവിടെയും നോക്കണം. നുഴഞ്ഞു കയറി
കേറി വന്ന് ഞാൻ പുതിയാപ്പിളയാണ് എന്ന് പറഞ്ഞിട്ടൊരു പുത്തൻവാദി വന്നാൽ അവനെ ഇമാമത്ത് നിർത്തണ്ട. മകൻ തന്നെ ആണെങ്കിലും നിർത്തണ്ട. പുത്തൻവാദിയാണോ ഇമാമത്ത് നിർത്തിക്കൂടാ. സർവ ഇമാമിങ്ങളും അത് വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വലിയ രോഗം, അതേ ഞാൻ വലിയവനാകണം, ഞാനാകണം നേതാവ് എന്ന രോഗം പിടിപെട്ട കാലമാണല്ലോ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, അതേ മരണപ്പെട്ട വീട്ടിലിരുന്നിട്ട് 7000 ഖുർആൻ ഖത്മ് തീർത്ത, അതേ മരിക്കുന്നത് തന്നെ ജയിലിൽ വെച്ചാണ്. ആ ജയിലറയിലും അവസാനം താമസിച്ച സ്ഥലത്തിരുന്ന് 7000 ഖത്ം തീർത്ത മഹാപണ്ഡിതനായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഭരണാധികാരി വിളിപ്പിച്ചത് എന്തിനാണ്? വിളിപ്പിച്ചത് നിങ്ങളിവിടെ മേൽഖാദിയാകണം, ചീഫ് ജസ്റ്റിസ് ആകണം. നമ്മുടെ നാട്ടിലെ ഖാദിനെ പോലല്ല, എല്ലാ തീരുമാനങ്ങളും പറയാൻ അധികാരമുള്ള ജഡ്ജിയാണ്. അത് നിങ്ങളാകണം. അതേ, നിങ്ങളുടെ കീഴിലല്ലാതെ ഇനി ഇവിടെ ഒരു ഖാദിയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഫയത്തല്ല ബിഇലലിൻ വലം യഖ്ബൽ. അബൂ ഹനീഫ തങ്ങൾ ഒഴിവ് കഴിവ് പറയുന്നു, എന്നെ കൊണ്ടാവൂല, എന്നെ കൊണ്ട് കഴിയൂല, ഞാനതിന് പറ്റൂല. ഇങ്ങനെ പറഞ്ഞു ഒഴിയാൻ നോക്കുകയാണ്. ഇരുന്നോളൂ. അങ്ങനെ ഒഴിഞ്ഞപ്പോൾ ഭരണാധികാരിക്ക് ദേഷ്യം പിടിക്കുന്നു. ഈ പണ്ഡിതൻ ഞാൻ പറഞ്ഞിട്ട് ഖാദി ആകുന്നില്ലല്ലോ. ഫഹബസഹു, ഇമാം അബൂ ഹനീഫ തങ്ങളെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു. ചീഫ് ജസ്റ്റിസ് ആക്കാമെന്ന് പറയുമ്പോ അത് ഏറ്റെടുക്കാത്ത വകയിൽ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടോ അമറ അൻ യുഖ്റജ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ രാജാവിന്റെ ഓർഡർ. ഈ പണ്ഡിതനെ ദിവസേന ചാട്ടവാറ് കൊണ്ട് 10 അടിയടിക്കണം. എന്നിട്ട് വയുനാദ അലൈഹി ഫിൽ അസ്വാഖ്, ടൗണിലൂടെ ഇയാളെ വലിച്ചിങ്ങനെ കൊട്ടിക്കൊണ്ടുപോകണം. അതേ അടിച്ചിട്ട അടിയുടെ പാട് ജനങ്ങൾ കാണണം. അങ്ങനെ ദിനേന 10 അടിയടിക്കണമെന്ന് വിധിക്കുന്നു. അബൂ ഹനീഫ തങ്ങൾ ജയിലിലടക്കപ്പെടുന്നു. വല്ലാത്ത വേദനയുള്ള അടി. ആ അടി കൊണ്ട് കാലിന്റെ ശരീരത്തിലുള്ള തോല് അതിങ്ങനെ അതാ പൊക്കിള പൊങ്ങി കാണുന്നു. വനൂദിയ അലൈഹി ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ വിളംബരം ചെയ്യപ്പെടുന്നു. വദ്ദമു യസീലു അലാ അഖിബൈഹി, മഹാനവറുകളുടെ കാലിന്റെ മടമ്പിലൂടെ ചോര ഇങ്ങനെ ഒലിക്കുന്നു. വഈദ ഇലൽ ഹബ്സി, പിന്നെയും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഭക്ഷണത്തിൽ വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു, പാനീയത്തിൽ വെള്ളത്തിന് പ്രശ്നം, അതാ ജയിലിൽ വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ 10 ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ തുടർന്ന് അടിച്ചപ്പോൾ ഫലമ്മാ തതാബ അലൈഹി ളർബു ബകാ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ സഹാബികളെ തന്നെ കണ്ടു എന്ന് പറയപ്പെടുന്ന അതേ ഏറ്റവും വലിയ ആദ്യത്തെ വ്യക്തിയായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വേദനിച്ചിട്ട് സഹിക്കാതെ കരഞ്ഞു. വഅക്സറ ദുആ, കുറേ പടച്ചവനോട് ദുആ ചെയ്തു. ഇതെന്തൊരു പ്രയാസപ്പെടുത്തലാണ്. അല്ലാഹ്, എനിക്ക് ദുനിയാവിൽ സ്ഥാനം വേണ്ട, എന്നെ ഖാദിയാക്കണ്ട, ഞാനതിന് പറ്റൂല എന്ന് പറഞ്ഞതിനല്ലേ എന്നെ അടിച്ചിങ്ങനെ ശല്യം ചെയ്യുന്നത്. അവിടുന്ന് നീണ്ട ദുആ. ഫമക്കസ ബഅദ ദാലിക 5 അയ്യാം, പിന്നെ 5 ദിവസമേ ജീവിച്ചിട്ടുള്ളൂ. വതൂഫിയ റഹിമഹുല്ലാഹ്, 5 ദിവസം കഴിയുമ്പോൾ അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്നു. അത് ജയിലിൽ വെച്ചാണെന്ന് ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. ഇതാണ് സൂക്ഷ്മതയുള്ള മഹാന്മാർ, അതാണ് സൂക്ഷ്മതയുള്ള ഇമാമിങ്ങൾ. അവർക്ക് അള്ളാഹുവിനെ പേടിയാണ്. അവർക്ക് ഞാൻ ഒരു ചീഫ് ജസ്റ്റിസായി ഖാദിയായിട്ട് പഠിച്ചവനെ അള്ളാഹ് പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ഒരു തീരുമാനം വന്നു പോവോ, ഞാനതിന് അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരുമോ? പേടിയാണ്. ഇപ്പോഴോ ഇപ്പൊ എല്ലാറ്റിനും മത്സരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വതഫാഖുറുൻ, അതേ സ്റ്റാറ്റസ്. സുബ്ഹാനല്ലാഹ്, ഇതിൽ നിന്ന് മാറി അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിൽ ലയിച്ച്
അള്ളാഹുവിൽ അർപ്പിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. മുസ്ലിം ഉമ്മത്തിന് കഴിയണം.